ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം ഗരുഡനും ആയുധം സുദർശന ചക്രവും ഭാര്യ രുക്മിണീ ദേവിയും പരസ്പരം തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് വാദിക്കുകയായിരുന്നു. ഓരോരുത്തർക്കും താനാണ് ഏറ്റവും വലിയവൻ എന്ന അഹങ്കാരവും ഉണ്ടായിരുന്നു. ഗരുഡൻ പറഞ്ഞു, എന്നേക്കാൾ വേഗത്തിൽ പറക്കാൻ ആർക്കും കഴിയില്ല. ആ കഴിവുള്ളതുകൊണ്ടല്ലേ ഭഗവാൻ എന്നെ തൻ്റെ വാഹനമായി തിരഞ്ഞെടുത്തത്. സുദർശന ചക്രം പറഞ്ഞു, ലോകത്തിലെ എല്ലാ ആയുധങ്ങളെക്കാളും ശക്തൻ ഞാനാണ്. എനിക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല. രുക്മിണി ദേവി പറഞ്ഞു, എന്നെപ്പോലെ സൗന്ദര്യമുള്ളവൾ വേറെ ആരുണ്ട്? ഞാൻ സാക്ഷാൽ സീതാദേവിയെ പോലെയാണ്. അങ്ങനെ അവരുടെ അഹങ്കാരം കണ്ട കൃഷ്ണൻ മന്ദഹസിച്ചു. ഈ അഹങ്കാരം ഇല്ലാതാക്കാനും ഒരു പദ്ധതിയിട്ടു. കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞു, പ്രിയെ, നാളെ എന്നെ കാണാൻ ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട്. ഈ സാക്ഷാൽ സീതാദേവിയെ പോലെ സർവാഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങണം. പിന്നീട് അദ്ദേഹം ഗരുഡനെ വിളിച്ചു പറഞ്ഞു, ഗരുഡ, നീ വേഗം പറന്ന് കാതങ്ങൾക്കപ്പുറമുള്ള ഗുഹയിൽ തപസ്സു ചെയ്യുന്ന ഹനുമാന്റെ അടുത്തുപോയി ശ്രീരാമനും സീതാദേവിയും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. അവസാനം അദ്ദേഹം സുദർശന ചക്രത്തോട് പറഞ്ഞു, നാളെ എൻ്റെ ദർശനം ആർക്കും ലഭിക്കില്ല. എൻ്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുത്. മൂവരും തങ്ങളുടെ ദൗത്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഗരുഡൻ ഹനുമാന്റെ ഗുഹയിലെത്തി കൃഷ്ണന്റെ സന്ദേശം കൈമാറി. രാമൻ്റെയും സീതയുടെയും പേര് കേട്ടയുടനെ ഹനുമാൻ ഭക്തിയിൽ ലയിച്ചു. ഗരുഡന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ഹനുമാൻ ദ്വാരകയിലേക്ക് കുതിച്ചു. ഗരുഡന് ഹനുമാന്റെ വേഗത കണ്ട് വിശ്വസിക്കാനായില്ല. തൻ്റെ വേഗതയെക്കുറിച്ചുള്ള അഹങ്കാരവും കാറ്റിൽ പറക്കുന്നതായി അവന് തോന്നി. ദ്വാരകയിലെത്തിയ ഹനുമാൻ ശ്രീരാമനായി മാറിയ കൃഷ്ണനെയും സീതാദേവിയായി അണിഞ്ഞൊരുങ്ങിയ രുക്മിണിയെയും കണ്ടു. അവൻ രുക്മിണിയെ സംശയത്തോടെ നോക്കിയിട്ട് ചോദിച്ചു, പ്രഭോ, ഈ സ്ത്രീ ആരാണ്? സീതാമാതാവ് എവിടെ? രുക്മിണിക്ക് ഈ ചോദ്യം കേട്ടതും ഞെട്ടലുണ്ടായി. സീതാദേവിയുടെ സൗന്ദര്യത്തോട് തനിക്ക് മത്സരിക്കാനാവില്ലെന്ന് രുക്മിണി ദേവിക്ക് മനസ്സിലായി. സുദർശന ചക്രത്തിൻ്റെ അഹങ്കാരവും ഹനുമാൻ ഇല്ലാതാക്കി. കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് സുദർശന ചക്രം ഹനുമാനെ തടഞ്ഞു. എന്നാൽ ഹനുമാൻ സുദർശന ചക്രത്തെ വിഴുങ്ങി. ഹനുമാന്റെ വയറ്റിൽ കിടന്ന സുദർശന ചക്രം തൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഓർത്ത് ലജ്ജിച്ചു. ഗരുഡൻ ദ്വാരകയിലെത്തിയപ്പോഴേക്കും ഹനുമാൻ മടങ്ങിപ്പോയിരുന്നു. തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി ഗരുഡനും സുദർശന ചക്രവും രുക്മിണീ ദേവിയും തലകുനിച്ചു നിന്നു. കൃഷ്ണൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും അസാമാന്യ കഴിവുകളുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം ഈ ലോകത്ത് നിങ്ങളെക്കാൾ കഴിവുള്ളവരും ശക്തരുമായവർ എപ്പോഴും ഉണ്ടാകും. വിനയമാണ് ഏറ്റവും വലിയ ആയുധം.